പിന്നെ കല്യാണിയുടെ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. ഇത്രയും നാളും ഇലവദേശം കൊട്ടാരത്തിലെ തമ്പുരാനും തമ്പുരാട്ടിയും കൊല്ലപ്പെട്ടതിൽ പരാതിക്കാരില്ലായിരുന്നല്ലോ. ഇനി അതല്ല സ്ഥിതി. എനിക്ക് എന്റെ ചേച്ചിയും ഭർത്താവിനെയും കൊന്നതാരാണെന്ന് അറിയണം. ആ പോയ മഹി നമ്മുടെ ജയറാമിന്റെ മകനാ. മാഞ്ഞു പോയതൊക്കെ ഒന്ന് തെളിയിച്ചെടുക്കണം. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടേ? ഈ കാറിന് എന്ത് വില വരും? റോഡിലിറങ്ങുമ്പോ ഏകദേശം 1,25,00,000 വരും. ഓ, ആ അതെ, ഏതാണ്ടൊക്കെ. ഇത് നോക്കാമേ. അല്ല, ഇതിനെന്ത് വില വരും? 1,65. 1,65,000 രൂപയോ? 1,65,000 കുണുവയല്ല, 1,65,00,000 രൂപ. ഐശ്വര്യ സംസാരിക്കുന്ന ശൈലി ആരോടാണ്, എപ്പോ, എങ്ങനെയെന്ന് നോക്കി വേണം സംസാരിക്കാൻ. അത് സാരമില്ലടാ മോനെ, അവള് കുഞ്ഞല്ലേ. മുത്തശ്ശി ഇങ്ങോട്ടും കളിയാക്കി സംസാരിച്ചതല്ലേ, അതാ ഞാൻ സോറി. അല്ല, ഇതിൽ ഏത് വാങ്ങണമെന്ന് അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ കണ്ട വണ്ടിയൊന്നും നമ്മുടെ റോഡിൽ ഓടിക്കാൻ പറ്റിയതല്ല. മനസ്സിലായില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളല്ലാന്ന്. അതും മനസ്സിലായി കാണില്ല. വണ്ടിയുടെ പ്ലാറ്റ്ഫോം താഴ്ന്നു കിടക്കുന്ന സെഡാൻ വണ്ടികളാണ് ഇതൊക്കെ. നമ്മുടെ റോഡിലെ ഡ്രൈവിങ്ങിന് ഇത് കംഫർട്ട് ആവില്ല. രമ ആ പറഞ്ഞത് ശരിയാ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടിയിട്ടാ ഇപ്പൊ വണ്ടി ഇറക്കുന്നേ. ഓ, കോടികളുടെ കാർ വാങ്ങുമ്പോ അതിലിരിക്കാനുള്ള അർഹത കൂടി ഉണ്ടോന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എന്റെ ഭാര്യ ഐശ്വര്യക്ക് അതൊക്കെ ഉണ്ടെന്നാ എന്റെ വിശ്വാസം. ഓ, ഇപ്പോ ഇത്രയും വലിയൊരു തുക കാറിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഇവിടെ 4-5 കാറുകൾ ഉണ്ടല്ലോ, അത് പോരെ മോളെ? അർജുൻ സർ, ഇവിടെ വേലക്കാരിയാണ് ഭരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എനിക്കൊരു കാറ് വേണമെങ്കിൽ ഞാൻ ആരുടെയൊക്കെ കാല് പിടിക്കണം? വേലക്കാരിയുടെ ജോലി ചെയ്താൽ മതി. ഇതേ എന്റെ കുടുംബകാരിയാ, ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. ഇനി അനാവശ്യമായിട്ട് എന്റെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാ പ്രായം നോക്കില്ല ഞാൻ. മതി, പെൺവാക്ക് കേക്കരുതെന്ന് ഞാൻ പറയില്ല. അവനവൻ സ്വന്തം ബുദ്ധിക്ക് ചിന്തിച്ച് പ്രവർത്തിക്കണം, എന്നാലേ ഉയർച്ച ഉണ്ടാവുള്ളൂ മോനെ. മുതിർന്നവരോടെ ബഹുമാനത്തോടെ സംസാരിക്കുന്നതാണ് സംസ്കാരം. അല്ലാതെ പത്രാസ് കാണിച്ച് കോടികളുടെ പുറത്ത് കയറി ഇരുന്ന് പോയിട്ട് ഒരു കാര്യവും ഇല്ല. അമ്മ ആ പറഞ്ഞത് ശരിയാ.
ഓഹോ, രമ വന്ന് അനുശോചനം അർപ്പിച്ചിട്ടാണോ പോയത്? അത് വിട്ടേക്ക്. പിന്നെ കല്യാണിയുടെ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട. ഇത്രയും നാളും ഇലവദേശം കൊട്ടാരത്തിലെ തമ്പുരാനും തമ്പുരാട്ടിയും കൊല്ലപ്പെട്ടതിൽ പരാതിക്കാരില്ലായിരുന്നല്ലോ. ഇനി അതല്ല സ്ഥിതി. എനിക്ക് എന്റെ ചേച്ചിയും ഭർത്താവിനെയും കൊന്നതാരാണെന്ന് അറിയണം. എനിക്ക് വേണ്ടത് പേരിനൊരു പ്രതിയല്ലല്ലോ, യഥാർത്ഥ കൊലയാളിയല്ലേ. അതിനുശേഷം തീരുമാനിക്കും അവനെ കാരാഗൃഹത്തിൽ അയക്കണോ കാലപുരിക്ക് അയക്കണോന്ന്. അതിനു മുമ്പ് എനിക്ക് രമാനിലയത്തിലെത്തി രമാദേവി ഒന്ന് കാണണം. എന്താ? മാറ്, ഞാൻ പോട്ടെ. എന്താ വേലക്കാരി എന്നോട് ആജ്ഞാപിക്കുക? മാഡം എന്ന് വിളിച്ചാ നിന്റെ വായിൽ മുത്തു കൊഴിഞ്ഞു പോവോ? അതെങ്ങനെയാ? വേലക്കാരിയെ പോലെ അല്ലല്ലോ നിന്റെ നിൽപ്പ്. രാവിലെ എണീറ്റ് അണിഞ്ഞൊരുങ്ങി കുറിയും തൊട്ട് നിൽക്കുന്നത് കണ്ടു എന്ന് വെച്ചാൽ തമ്പുരാട്ടിയാന്നേ തോന്നു. മേഡം, ഞാൻ പൊയ്ക്കോട്ടെ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. ആവശ്യമില്ലാത്തടത്തൊക്കെ അടുക്കളക്കാരി കമന്റ് പറയുന്നത് കേട്ടല്ലോ. ഈ വീട്ടില് ആവശ്യത്തിന് കാറുണ്ടെന്നോ ബസ് ഉണ്ടെന്നൊക്കെ. ഓ, അറിയാതെ പറഞ്ഞു പോയതായിരിക്കും അല്ലേ? സംസ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കുറവുള്ളത് കൊണ്ട് തന്നെ ഒരു താളത്തില് അങ്ങനെ തട്ടിവിട്ടതായിരിക്കും അല്ലേ? അതോ ഈ വീട്ടിലെ കെട്ടില്ലമ്മ ചമഞ്ഞ് സ്വയം അങ്ങ് പറഞ്ഞാണോ? ദേ, എച്ചിൽ പാത്രം കഴുകാൻ വന്ന അടുക്കളക്കാരി ആ സ്ഥാനത്ത് നിന്നാ മതി, കൊച്ചമ്മ ചമയം നിക്കണ്ട. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലേ അങ്ങോട്ട് പറയും, അപ്പുരിയാടിയാ മതി. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോള. ഈ സ്വത്തിന്റെ എല്ലാം അവകാശിയായ അർജുന്റെ ഭാര്യ. അപ്പൊ എന്നെ കാണുമ്പോ ആ ഒരു ബഹുമാനവും വിനയവും കാണിച്ചിരിക്കണം. ഇനി ഇത്തരം പരിപാടി എങ്ങാനും എന്റെ ശ്രദ്ധയിൽപ്പെട്ട അന്ന് തീരും നിന്റെ ഇവിടുത്തെ ഉദ്യോഗം. ചവിട്ടി പുറത്താക്കുന്നത് ഈ ഐശ്വര്യലക്ഷ്മി ആയിരിക്കും.